ഞാൻ പുറത്തുനിന്നുള്ള ആളല്ല. ഈ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 30 വർഷം മുമ്പ് സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്ന ഗോവിന്ദവാര്യരുടെ മകനാണ് ഞാൻ. അപ്പൊ ഞാൻ തൃക്കരിപ്പൂര് ഞാൻ പുറത്തുനിന്നുള്ള ഒരാളാണെന്ന് പറയരുത്. മറ്റൊന്ന് നിങ്ങൾ കണ്ടല്ലോ, ആവേശപൂർവ്വമായിട്ടുള്ള സ്വീകരണം കണ്ടല്ലോ. നമസ്കാരം. ഈ ഇലക്ഷനിൽ ഏറ്റവും വലിയ അട്ടിമറി നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തൃക്കരിപ്പൂരായിരിക്കുമോ? കാരണം അവിടെ വന്നു ചേർന്നിരിക്കുന്നത് സന്ദീപ് വാര്യരാണ്. അദ്ദേഹം കേരളത്തിൻ്റെ വടക്ക് ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. പാലക്കാടുകാരനാണ്. പാലക്കാടോ തൃശ്ശൂരോ മത്സരിക്കുമെന്നൊക്കെയായിരുന്നു നമ്മൾ കേട്ടിരുന്നത്, വിശ്വസിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം തവന്നൂർ മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം ഉണ്ടായി. മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ സംരക്ഷണയിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ KT ജലീലിനോട് ഏറ്റുമുട്ടി വിജയിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ തൃക്കരിപ്പൂർ എത്തിയപ്പോൾ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത്, TV കണ്ടുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന് വൻ സ്വീകരണം കൊടുക്കുന്നതായിരിക്കും. നമ്മൾ തന്നെ സ്തംഭിച്ചു പോകുന്ന രൂപത്തിലാണ് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർക്ക് സ്വീകരണം കൊടുത്തിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ എത്രമാത്രം ഉണ്ട് അവിടെ? കഴിഞ്ഞ തവണയൊക്കെ വോട്ട് കിട്ടിയത് എത്രമാത്രം ഉണ്ട്? ഇവിടെ എല്ലാവരും VD സതീശനെ കുറ്റപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം ഇത്ര നടത്താൻ കൃത്യസമയത്ത് നടത്താൻ പറ്റിയില്ല, താമസിച്ചു പോയി. ഇപ്പോൾ സതീശന് അവിടെ കിട്ടിയ അഡ്വാൻറ്റേജ് ഇപ്പോൾ TK ഗോവിന്ദൻ ഉൾപ്പെടെ G സുധാകരൻ ഉൾപ്പെടെ പലരും ഈ പീരീഡിലാണ് CPM വിട്ട് പുറത്തേക്ക് വന്നത്. ഇവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ ആ ഒറ്റ തീരുമാനം കൊണ്ട് മാത്രം പറ്റി, താമസിച്ചുകൊണ്ട് മാത്രം പറ്റി. അതുപോലെ സന്ദീപ് വാര്യരുടെ കാര്യം, നേരത്തെ തൊട്ട് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. സന്ദീപ് വാര്യർ വരാൻ നോക്കിയിരിക്കുകയാണ് BJP-ക്കാർ. കാരണം BJP-യിൽ നിന്ന് കാലുവാരി പോയ സന്ദീപ് വാര്യരെ തോൽപ്പിക്കണം. അതിനെന്ത് വില കൊടുക്കും? മാർക്സിസ്റ്റ് പാർട്ടിക്കോ നക്സലേറ്റുകൾക്കോ SUCക്കോ SDPIക്കോ ആർക്ക് വേണേൽ വോട്ട് കൊടുക്കാനുള്ള മാനസികാവസ്ഥയിലാണ് BJP-ക്കാർ നിൽക്കുന്നത്. അപ്പം തൃശ്ശൂർ ചെന്നാലും അല്ലെ ഗുരുവായൂർ ചെന്നാലും, ഗുരുവായൂർ കിടക്കുന്ന എന്നാണ്, ഇവിടെ മലപ്പുറത്ത് ചെന്നാലും എല്ലാം BJP-ക്ക് 10,000, 15,000, 20,000 വോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അതും പ്ലസ് CPM-ൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വരാനുള്ള വോട്ടുകളുടെ ചേരുമ്പോൾ സന്ദീപ് വാര്യർക്ക് അവിടെ ജയിക്കുക എന്നുള്ള എളുപ്പമല്ല. എങ്ങനെയും സന്ദീപിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വോട്ട് ചെയ്യും. അവരുടെ മുമ്പിലേക്ക് ഇന്ന് തല വെച്ച് കൊടുക്കുന്നതിന് പകരം വളരെ സർപ്രൈസായിട്ട് കോൺഗ്രസ് ഒരു മൂവ് നടത്തിയിരിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തൃക്കരിപ്പൂരിൽ നമ്മുടെ മുമ്പിലുള്ള നെഗറ്റീവ് എന്ന് പറയുന്നത് CPM-ൻ്റെ ഉരുക്കുകോട്ട. CPM അല്ലാതെ ആദ്യം ജയിക്കില്ല എന്നുള്ളൊരു ധാരണയാണ്. അത് ശരിയാണ്. നമ്മൾ ഒരിക്കലുമല്ല. അത് പല പ്രാവശ്യം ഇപ്പോൾ ലോക്സഭയിലേക്ക് ഉള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് രാജ്ഭവൻ ഉണ്ണിത്താന് 10,000 വോട്ടിലെ ഭൂരിപക്ഷം. ഒറിജിനൽ നല്ല കാൻഡിഡേറ്റ്, ചാലഞ്ചിങ് കാൻഡിഡേറ്റ് വന്നപ്പോൾ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDF-ന് കിട്ടിയ സ്ഥലമാണ്. LDF-ന് തദ്ദേശത്തിൽ പോലും കിട്ടിയ 6,010 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുന്നത്, തുച്ഛമായ വോട്ടിന്റെ ഭൂരിപക്ഷം. അത് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 6,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത് കിട്ടുന്നത്. അതായത് 6,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇന്നത്തെ സ്ഥിതിക്ക് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സർക്കാർ വിരുദ്ധ വോട്ട് ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 61% ആളുകൾ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യുന്നുള്ള ഏറ്റവും പുതിയ സർവേയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? 61% എന്നാൽ തൃക്കരിപ്പൂർ 6,000 വോട്ട് ഇതാ അറിയുമ്പോഴേക്കും മാറിപ്പോകും. ഈ കണക്കിലൊരു ഏറ്റവും വലിയ പ്രത്യേകത, അസംബ്ലി ഇലക്ഷന് 26,137 വോട്ടിന്റെ കഴിഞ്ഞ തവണ 2021 ആ സിറ്റുവേഷനിലാണ് ലോക്സഭയിലേക്ക് വന്നപ്പോൾ 10,448 തദ്ദേശത്തിലേക്ക് വന്നപ്പോൾ 6,010 ഈ തദ്ദേശത്തിന്റെ പ്രത്യേകത അവിടെയൊക്കെ പ്രാദേശികമായുള്ള നേതാക്കന്മാർ ജനങ്ങളിൽ ഭയങ്കര ബന്ധമാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു വോട്ടാണ് അത്. 6,000 ഉള്ളൂ എങ്കിൽ 26,000 വോട്ട് കഴിഞ്ഞ തവണ നിയമസഭയിൽ കിട്ടിയ സ്ഥലത്ത് ഇപ്രാവശ്യം 6,000 വോട്ട് ഉള്ളൂ എങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ വിരുദ്ധ വോട്ട് എന്ന് പറയുന്നത് ചെറുതായി നമ്മൾ കാണരുത്. ആഞ്ഞടിക്കുകയാണ്. കാരണം ആരാണോ ജയിക്കാൻ സാധ്യത ഈ LDF-നെതിരെ നിന്നിട്ട് അവർക്കാണ് വോട്ട് ചെയ്യുന്നത്. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും എല്ലാവരും വോട്ട് ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ UDF-നാണ്. അത് തീർച്ചയായും തൃക്കരിപ്പൂരിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഇവിടെ സന്ദീപ് വാര്യർക്ക് വേറൊരു അഡ്വാൻറ്റേജ്, ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അല്ലെ ഇലക്ഷൻ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ പൊതുവായുള്ള സ്വീകാര്യം. അതിനേക്കാൾ കൂടുതൽ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയിലൊരു കൗതുകം, പോസിറ്റീവായിട്ടുള്ള കൗതുകം ജനങ്ങൾക്ക് ഉണ്ടാകണം. അത് എല്ലാ പാർട്ടിക്കാർക്കും കൂടെ ഒരുമിച്ചുണ്ടാവും. ഏത് നല്ല സ്ഥാനാർത്ഥി വരുമ്പോൾ അറിയാതെ ഇവനാണോ നമ്മുടെ സ്ഥാനാർത്ഥി എന്നൊരു ചർച്ച വീടുകളിലും വ്യക്തിപരമായിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ആളാണ് സന്ദീപ് വാര്യർ. ഇന്നലെ വരെ അവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളുടെ ഏറ്റവും ശത്രുവായി കണ്ടിരുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് സന്ദീപ് വാര്യർ വരികയാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്, UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്, പണക്കാട് തങ്ങളുടെ ആശീർവാദത്തോടെ വരികയാണ്. ആ സന്ദീപ് വാര്യർക്ക് കിട്ടാൻ പോകുന്ന സ്വീകാര്യത നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. ക്രിസ്ത്യൻ മുസ്ലിം ബാങ്കുകളുള്ള വോട്ട് ബാങ്കുള്ള സ്ഥലമാണ് ഈ പറയുന്ന തൃക്കരിപ്പൂർ.
മലയോര പ്രദേശമാണ്, പിന്നെ ബോർഡറാണ്, കുടിയേറ്റ ക്രിസ്ത്യാനികളുള്ള സ്ഥലമാണ്. ഇവിടെ ക്രിസ്ത്യാനികളുടെ വോട്ടും അതേപോലെ മുസ്ലിം വോട്ട് ഇത്തവണ UDF അനുകൂലമായി മാറുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പിണറായി വിജയൻ ഈ വെള്ളാപ്പള്ളിയുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് ഇവിടെ ധ്രുവീകരണം ഉണ്ടാകുന്ന രൂപത്തിൽ, സാമുദായിക ധ്രുവീകരണം ഉണ്ടാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനം മാത്രമല്ല, പിന്നെ കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മുടെ ശബരിമല ഇഷ്യൂ ചെറുതായി കാണരുത്. അവിടെ തൃക്കരിപ്പൂരിലെ പ്രത്യേക തെയ്യങ്ങളുടെ നാടാണ്, വിശ്വാസികളുടെ നാടാണ്. ഈ വിശ്വാസികൾ ഇത്തവണ UDF അനുകൂലമായി വോട്ട് ചെയ്യുള്ളൂ. അവിടെ അതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ പറ്റി. തെയ്യം എന്ന് പറയുന്ന അവിടുത്തെ പിന്നോക്കക്കാരെ ഈഴവരൊക്കെ വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്ന, ശബരിമല ഗുരുവായൂർ പോലെ ശബരിമലയ്ക്ക് പോകുന്ന പോലെ ആഘോഷിക്കുന്നൊരു ആഘോഷമാണ്. ഇപ്പം സംഘടനകൾ, രാഷ്ട്രീയ സംഘടന DYFIയും അവരൊക്കെ തെയ്യം കെട്ടാനും തെയ്യം ആഘോഷിക്കാനും അവരുടെ സാംസ്കാരികമായ ഒരു അധിനിവേശമായിട്ട് അവർ കാണുന്നത്. ഇപ്പൊ ശബരിമലയിലെ അയ്യപ്പന് അവിടെ തുണിയെടുക്കാത്ത സ്ത്രീകളെ ഇനി കയറ്റില്ല, ഞങ്ങൾ അവിടെ കയറ്റില്ല എന്ന് പിണറായി പറഞ്ഞു. നേരത്തെ നവോത്ഥാനം അതിലൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ പറ്റിച്ച പിണറായി വിജയന് അയ്യപ്പോ സ്വാമിയെന്ന് വിളിക്കേണ്ടത് ഗതികേട് ഇതൊക്കെ പിണറായിയും കൂട്ടരെയും ഏറ്റവും അടുത്തറിയാവുന്നവരാ തൃക്കരിപ്പൂരുകാർ, ഏറ്റവും അടുത്തറിയാം. കാരണം തൊട്ടപ്പുറയിലെ അവർ കണ്ണൂരിലെ പിണറായിയുടെ ആസ്ഥാനം. പിണറായി ആരാന്ന് എന്താണെന്നൊക്കെ അവർക്കറിയാം. പിണറായി എന്തുമാത്രം ദ്രോഹമാണ് ജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെന്നറിയാം. എൻഡോസൾഫാൻ വിക്ടിംസ് ഇവിടെ എന്തെല്ലാം പറയുമ്പോഴും ഇവിടെ കിടക്കും. വയനാട്ടിലെ കെട്ടി എന്ന് പറയുമ്പോൾ എൻഡോസൾഫാൻ വിക്ടിംസാണ് അവിടുത്തെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാം പ്രധാന പ്രശ്നം. പിന്നെ ഇപ്പുറത്തുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസിന് കൊടുത്തിട്ട് അവിടെ ജയിക്കണമെന്ന് വിചാരിക്കാൻ പറ്റിയില്ല. നേരത്തെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് NP ജോസഫ് എന്ന ആളിന് കൊടുത്തിരുന്ന സീറ്റാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ താഴ്പറമ്പിലേക്ക് മാറ്റി. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർക്ക് അവിടെ സേഫ്, ഞാൻ പറഞ്ഞ പാലക്കാട്ടേക്കാളും ഗുരുവായൂരേക്കാളും തൃശ്ശൂരേക്കാളും ഒക്കെ സേഫായിട്ട് മത്സരിക്കാൻ പറ്റുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി തൃക്കരിപ്പൂരാണ്. അച്ഛനും തൃക്കരിപ്പൂരിൻ്റെ അപ്പുറം ഇപ്പുറം പയ്യന്നൂർ മത്സരിക്കാൻ പറ്റില്ല. അവിടെ ഇവർക്ക് ഭൂരിപക്ഷം, ഇപ്പോഴും ഭൂരിപക്ഷം, ചിലപ്പോൾ ജയിക്കാമെന്നുള്ളൂ. അപ്പോൾ യാതൊരു തരത്തിലുള്ള ത്രെട്ടും ഇല്ലാതെ BJPക്കാരുടെ എതിർപ്പിൻ്റെ ശക്തി ഇല്ല അവിടെ. അല്ല, അവിടെ ഒരു ചാലഞ്ചിങ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ജയിച്ചു പോണ സീറ്റിൽ ജയിക്കുന്നതിന് ഒരു വിലയില്ല. ഒരു പുലിയെ പോലെ പോരാടിയിട്ട് വിജയിച്ചു വരുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് സ്വന്തം നാട്ടിലെ വേറെ സ്ഥലത്ത് പോയി തൻ്റെ ഇടത്തോടെ വിജയിച്ചു വരുന്ന ഒരാൾക്ക് അവർക്ക് വിലയും നിലയും വർദ്ധിക്കും. നമ്മൾ കാണുന്ന പോലെ അല്ല. ഇദ്ദേഹം തന്നെ മുമ്പ് BJPയുടെ വക്താവായിരുന്നപ്പോൾ ശരിക്കും ഫൈറ്റ് ചെയ്തിരുന്ന ആളായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം BJPയിൽ നിന്ന് മാറി കോൺഗ്രസിലേക്ക് മാറിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ BJPയെ കംപ്ലീറ്റ് മനസ്സെന്ന് മാറ്റി. എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ ഇതുവരെ തടവറയിലായിരുന്നു. ഈ വർഗീയതയുടെ തടവറയിൽ പറഞ്ഞ് എനിക്ക് എങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കുകയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഞാൻ കാണുന്ന ചാനൽ ചർച്ചകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കടുത്ത ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള, ഞാൻ മുമ്പ് ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള അദ്ദേഹം രാഹുൽ ഗാന്ധിനെ പറ്റിയൊക്കെ പറയുന്നത് എന്തുമാത്രം കോൺഗ്രസ്സുകാർക്ക്, പഴയ കോൺഗ്രസ്സുകാർക്ക് പോലും പറയാൻ പറ്റില്ല. മാത്രമല്ല അദ്ദേഹം KPCCയുടെ സംസ്ഥാന സെക്രട്ടറിയായി. അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം വിളിച്ച മുമ്പ് BJPയിലുള്ള മാതിരിയല്ല എനിക്ക്. ഇപ്പം തിരക്കാണ്, നിന്നൊഴിയാൻ സമയമില്ല എനിക്ക്. അതുകൊണ്ട് ദിവസം പഠിക്കണം, പഠിച്ചിട്ട് ഓരോ സ്ഥലത്തുമായി പ്രസംഗിക്കാൻ പോകണം, ചർച്ചകളിൽ പങ്കെടുക്കണം. ഔദ്യോഗിക വ്യക്താവായതോടെ എനിക്ക് ഒരു നിമിഷം പോലും സമയമില്ല. അതായത് BJPയിൽ നിന്നപ്പോൾ ഉണ്ടായിരുന്ന സദ്യവാരിയല്ല ഞാൻ തികച്ചും മതേതരവാദിയാണ്. ഒരു ജാതിയും മതത്തിന്റെ ആളല്ല, എല്ലാവരുടെ ആളാണ്. ഞാൻ ഒരു മനുഷ്യനായി മാറി എന്ന് അദ്ദേഹം പറയുന്നുണ്ടായി. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇത് തീർച്ചയായും തൃക്കരിപ്പൂർ ആ മേഖലകളിലൊക്കെ തന്നെ അവിടെ മനുഷ്യന്മാർക്കാണ് പ്രാധാന്യമുള്ളത്. അവിടെ ഈ ജാതിന്റെയും മതത്തിന്റെയും പേരിലല്ല. ആസ് എ ഫൈറ്റർ, പിന്നെ മുസ്ലിങ്ങളെ ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരാളെ ഈ സന്ദീപ് വാര്യർ മാറി. കാരണം ഏറ്റവും അധികം കടന്ന മോദിക്കെതിരെ ആക്രമിക്കുന്ന ഒരാളാണ്. 2 ക്രിസ്ത്യാനികളുടെ ഒരാളാണ്. ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണമുള്ള സ്ഥലമാണ് തൃക്കരിപ്പൂരും അതേപോലെ മുസ്ലിങ്ങളെ വോട്ടും. പിന്നെ ഹിന്ദുക്കളെ ആളായി മാറുന്നത് വെച്ചാൽ അദ്ദേഹം ആക്രമിച്ചത് ശബരിമല കൊള്ളയ്ക്കെതിരെ, പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായ ഭാഷയിലാണ് ഇതായിട്ടുള്ളത്. പിന്നെ സർക്കാർ വിരുദ്ധ വോട്ട് എന്ന് പറയുന്നത് ഇത്തവണ ശക്തമായി ആഞ്ഞടിക്കുന്ന സ്ഥലങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ. പിന്നെ കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനാത്മകമായ പൊട്ടിത്തെറി അത് തൃക്കരിപ്പൂര് ബാധിക്കുന്ന ഉറപ്പാണ്. പയ്യന്നൂര് ബാധിച്ചെങ്കിൽ പയ്യന്നൂര് തൊട്ട് കിടക്കുന്ന തൃക്കരിപ്പൂര് അതിന്റെ എഫക്റ്റ് ഉണ്ടാകും. കുഞ്ഞികൃഷ്ണന്റെയും അതേപോലെ ഗോവിന്ദന്റെയൊക്കെ വെട്ടിക്കെട്ട് മാതിരിയുള്ള പൊട്ടിത്തെറിക്കൽ മാർക്സിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. തൃക്കരിപ്പൂരിൽ അദ്ദേഹം വിജയിച്ച് വൻ വിജയം നേടുകയാണെങ്കിൽ ചരിത്രത്തിൽ ഏറ്റവും അദ്ദേഹത്തിന്റെ പേരുണ്ടായിരിക്കും എന്നുള്ള കാര്യം സംശയം. കാരണം ഇവിടെ നിന്നും തെക്ക് ഭാഗത്ത് നിന്ന് വന്നിട്ട്, അവരുടെ സമയത്ത് തെക്കാണല്ലോ പാലക്കാട് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വന്ന ഒരാള് അവിടെ കടന്നു കയറി ആക്രമിച്ച്
വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ കൊല്ലത്തുനിന്ന് വന്നല്ലേ, തോറ്റൂര് നിൽക്കായിരുന്നു കൊല്ലം. ആ കൊല്ലത്തുനിന്ന് വന്നിട്ടാണ് അവിടെ ആദ്യം വിജയിച്ചു, രണ്ടാമത് തവണ അവിടെ എന്ത് ചെയ്തു, സ്ഥിര ആളായി മാറി. ഇപ്പൊ കൊല്ലത്തുനിന്ന് വിട്ട് കാസർഗോഡുകാരന്റെ ആളാണ്. പിന്നെ ഈ ഏറ്റവും രസം എന്താ വെച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതും കൂടി കൂടി ചേർന്നാൽ അത് ഒന്നൊന്നര ശക്തിയായിരിക്കും. ഇവിടെ വേറൊരു ഗുണം കൂടെ ഉണ്ട് ഇങ്ങനക്ക്. സന്ദീപ് വാര്യർ അവിടെ മത്സരിക്കുമ്പോൾ മഞ്ചേശ്വരത്ത് സുരേന്ദ്രനുണ്ട്. ഒരുമാതിരി BJP പ്രവർത്തകരെല്ലാം എങ്ങോട്ട് പോകും? ഇവിടെ സന്ദീപ് വാര്യരെ തോൽപ്പിക്കുന്നതിനേക്കാൾ സുരേന്ദ്രൻ. ഞാൻ കരുതുന്നു അങ്ങനെയല്ല. BJPയിലെ സാധാരണ പ്രവർത്തകർ ഇത്രാവശ്യം സന്ദീപ് വാര്യർക്ക് വോട്ട് ചെയ്യുന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം ഹീസ് തീർച്ചയായിട്ടും അദ്ദേഹം അതിന് യോഗ്യനായ ഒരാളാണ്. സാധാരണ BJP പ്രവർത്തകർ വളരെ നിരാശരാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇവിടെ CPM ആയിട്ട് കച്ചവടം ചെയ്ത് നടക്കുന്ന BJP നേതാക്കന്മാരാണ്. പ്രത്യേകിച്ചും K. സുരേന്ദ്രൻ കച്ചവടക്കാരാണെന്ന് ഞാൻ പച്ചയ്ക്ക് പറയും. അതിനുള്ള തെളിവിൻ്റെ അടുത്തുണ്ട്. കാരണം എനിക്ക് എൻ്റെ നേരിട്ട് അനുഭവമുണ്ട്. മുമ്പൊക്കെ K. സുരേന്ദ്രനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് ക്രൈം അടക്കം ഇറക്കി കൊടുത്താണ്. പിന്നീട് പച്ച കച്ചവടക്കാർ പിണറായി വിജയനായിട്ട് യോജിച്ചുകൊണ്ട് എവിടെ സ്വർണ്ണക്കടത്ത് അദ്ദേഹം പറഞ്ഞ, എവിടെ ഡോളർ കടത്ത്, എവിടെ ലൈഫ് മിഷൻ തട്ടിപ്പ്, എല്ലാത്തിലും പിണറായി വിജയനെ രക്ഷിച്ചുകൊണ്ട് എവിടെ ലൈഫ് മിഷൻ തിരിച്ച് K. സുരേന്ദ്രന്റെ പേരിലുള്ള കുഴൽപ്പണ ഇടപാട് എവിടെ? ഇത് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളെ പഠിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നിശബ്ദ കൊലയാളിയായിട്ട് CPMന്റെ ഒരു നിശബ്ദ കൊലയാളിയായിട്ട് തൃക്കരിപ്പൂരിൽ അട്ടിമറി വിജയം നേടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഞാൻ തൃക്കരിപ്പൂര് ഞാൻ പുറത്തുനിന്നുള്ള ഒരാളാണെന്ന് പറയരുത്. മറ്റൊന്ന് നിങ്ങൾ കണ്ടല്ലോ, ആവേശപൂർവ്വമായിട്ടുള്ള സ്വീകരണം കണ്ടല്ലോ. ഇത് തൃക്കരിപ്പൂരിന്റെ സ്നേഹമാണ്. വൈവിധ്യങ്ങളെ, അതുപോലെ തന്നെ സാംസ്കാരിക വൈവിധ്യങ്ങളും ഒക്കെ, അതിന്റെയൊക്കെ പ്രതീകമാണ് കാസർഗോഡും തൃക്കരിപ്പൂരും. തീർച്ചയായിട്ടും ആ വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്ന ഈ മനോഹരമായ നാട്ടിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഇവിടെയുള്ള ആളുകൾ അവരിൽ ഒരാളായിട്ട് എന്നെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ഈ സ്വീകരണം കൊണ്ട് നമ്മൾ കാണുന്നത്. ബഹുമാനായിട്ടുള്ള മുഴുവൻ നേതാക്കളും, ബഹുമാനായിട്ടുള്ള DCC പ്രസിഡന്റ് ശ്രീ ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ നേതാക്കളും ഇവിടെയുണ്ട്. അവരാണ് എന്നെ സ്വീകരിച്ചത്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത് തൃക്കരിപ്പൂരിന്റെ വടകര മൊമെന്റ് ആണ്. ഈ തൃക്കരിപ്പൂരിനെ കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തെ ഒരു ഇരുണ്ട ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഏറ്റവും സുവർണ അവസരമാണ് വന്നിട്ടുള്ളത്. തൃക്കരിപ്പൂരിലെ ജനങ്ങൾ, ഇവിടുത്തെ CPM പ്രവർത്തകരടക്കമുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ദുർഭരണം ഇവിടെ അവസാനിക്കണം. വികസനത്തിന്റെ വെള്ളി വെളിച്ചം തൃക്കരിപ്പൂരിലേക്ക് കടന്നു വരണം. ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ള നിരവധി ദശാബ്ദങ്ങളുണ്ട്. അതെല്ലാം തിരിച്ചു പിടിക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന UDF ഗവൺമെന്റിന്റെ ഭാഗമായി ഒരു ജനപ്രതിനിധി ഇവിടെ ഉണ്ടാകണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് തൃക്കരിപ്പൂരിലെ യുവജനങ്ങൾ മുതൽക്ക് എല്ലാ നാനാവിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി ഇത്തവണ UDFനൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. കാലാകാലങ്ങളായിട്ട് LDF ഭരിക്കുന്ന ഒരു മണ്ഡലമാണിത്. കാലാകാലങ്ങളായി പല ആളുകളും ഭരിച്ചിട്ടുള്ള കോട്ടകൊത്തളങ്ങളൊക്കെ തകർന്നു വീഴുന്ന കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അത്തരം കോട്ടകൾക്കൊന്നും ഒരു പ്രസക്തിയിൽ. ഇത് ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിന്റെ മഹനീയത ഉയർത്തിപ്പിടിക്കുന്ന അത്യുജ്വലമായിട്ടുള്ള ഒരു വിജയം UDFനുണ്ടാകും. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾ UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ ആവേശം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകും. അത്യുജ്വലമായിട്ടുള്ള വിജയം UDFന് തൃക്കരിപ്പൂരിൽ.